ഇത്രയും വെറൈറ്റി മീനുകൾ ഉണ്ടായിട്ട് നമുക്ക് നേരെ വരണം കാണാൻ പറ്റില്ലെങ്കിൽ എന്താ കാര്യല്ലേ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇതാണ്ട് അച്ഛനാട്ടാ. അച്ഛനാണ് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മീൻ പരിപാടി, നമ്മുടെ ഈ പെറ്റ് സൈഡിലെ എല്ലാ പരിപാടിക്കും നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവുന്ന ആള്. അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മളിന്നൊരു ഹോം മെയ്ഡ് ഫിൽറ്റർ ഉണ്ടാക്കാൻ പോട്ടാ. പിന്നെ നമ്മുടെ ഈ ഫിൽറ്റർ മെറ്റീരിയൽസ് പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മുടെ വാർക്കയുടെ മെറ്റല് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാമത് വൂള്, അതായത് സ്പോഞ്ച്, കുറച്ച് ഹോൾസ് ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ബയോ ബോൾസ് എന്ന് പറയും ആ വക സാധനങ്ങൾ ഉള്ളൊരു പാക്കറ്റും, അതേപോലെ തന്നെ കാർബൺ ബോളിന്റെ ഒരു പാക്കറ്റും, അതിന് സെറാമിക് റിങ്സും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടു. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു ഫിൽറ്റർ സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കണേലേക്ക് ഇറക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഹോൾ ഇടണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനലി ഹോൾ ഇട്ടു. പിന്നെ നമ്മളൊരു 20 mm നമ്മൾ ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാനുള്ള ഇത് വാങ്ങിയിട്ടുണ്ട്. അതിലൊരു വാഷ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിതാ ഉള്ളിൽ നിന്ന് ഇട്ട് ടൈറ്റ് ചെയ്ത് വാഷൊക്കെ ഇട്ടിട്ട് നമ്മൾ കുട്ടപ്പനായിട്ട് ഇത് ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫിൽറ്റർ സിസ്റ്റത്തിന് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഫില്ലപ്പ് ചെയ്യാൻ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മെറ്റൽ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്യാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ കഴുകിയിരുന്ന മെറ്റൽ എടുത്തിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ലെയർ വൂൾ ഇട്ടു. പിന്നെ നമ്മുടെ സെറാമിക് റിങ്സ് ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാർബൺ പെല്ലറ്റ്സ് എടുത്തിട്ട് ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വൂൾ വെക്കണം, ഒരു ലെയറും. പിന്നെ അതിൻ്റെ മുകളിൽ ബയോ ബോൾസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഫുള്ള് വൂൾ വെച്ച് മാക്സിമം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ സിസ്റ്റം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സബ്മറൈൻ മോട്ടറിന്റെ സെറ്റിംഗ് ആണ് റെഡി ആക്കാനുള്ളത്. അപ്പൊ നമ്മൾ അതിനൊരു ക്യാപ്പിംഗ് ഉണ്ട്, നമുക്ക് പൈപ്പ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ കിട്ടും. അതേപോലെ തന്നെ ഇത് വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ ലോക്ക് ചെയ്യാനുള്ളൊരു പാഡും കൂടി ഉണ്ട് ഇതിന്. ഈ ലോക്കിംഗ് പാഡ് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ലോക്ക് ആവും. അപ്പൊ ആദ്യം നമ്മൾ ലോക്ക് ഇറക്കി വെക്കുക, എന്നിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ അവസ്ഥയും ഇനി എന്താണുള്ള ഉണ്ടാവാൻ പോണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ നമ്മുടെ കാർപ്പൂട്ടികളുടെ ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വെക്കാട്ടാ. നമുക്ക് നോക്കാം, ഇതിൽ വെള്ളം നോക്കിയേ, ഭൂമിയിലേക്ക് ഇങ്ങനെയാണ് ഇപ്പൊ വെള്ളം കിടക്കുന്നത്. അത് നമുക്ക് ഇനി കാർപ്പൂട്ടികളുടെ ടാങ്ക് വൃത്തിയാവുണ്ടോ നോക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫിൽറ്ററിങ് പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി ഇന്നത്തെ പരിപാടികൾ എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായി മാറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ കാർപ്പിൻ്റെയും ഗോൾഡിൻ്റെയൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ഇടാം. ഇനിയിപ്പോൾ എന്തായാലും ഇത് എല്ലാത്തിൻ്റെയും വെള്ളം ക്ലിയർ ആയതിനു ശേഷം നമ്മൾ നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഹാപ്പി സൺഡേ ഓൾ.